ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അമ്മ കിടന്നോ? മോള് വല്ലതും കഴിച്ചോ? അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താലോ? അമ്മയ്ക്കിപ്പോ ഒന്നും വേണ്ട മോളെ. മോൾ ഓർഡർ ചെയ്ത് കഴിച്ചോ? കുറച്ച് കഴിയട്ടെ. അച്ഛനെ പിടിച്ചോണേ. മോളെ കണ്ടോ മോളെ, നിന്നോട് അവന് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്. നിന്നെ ഓർത്തിട്ട് അവൻ ഗൗരിമോളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തു കൊടുത്തത്. എന്നിട്ട് എന്നെ തലിയാനൊരു സോറി പോലും പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ, അമ്മേ, എണീക്കമ്മേ. ഞാൻ പിടിക്കാം. ചായ കുടിക്കമ്മേ. കുടിക്കാൻ തോന്നില്ല മോളെ. അതൊന്നും സാരമില്ല. അമ്മ ചായ കുടിക്ക്. കുടിക്കമ്മേ. പുതിയ വർഷത്തെ കാര്യങ്ങളൊന്ന് ആലോചിക്കാനാ നിങ്ങളെ കൂടെ വിളിപ്പിച്ചത്. അനാഥാലയത്തിൽ ഇപ്പോ കുട്ടികൾ വളരെ കൂടുതലാ. അതിൽ തന്നെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ഖജനാവ് ഏകദേശം കാലിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. എല്ലാ വർഷവും സ്ഥിരമായി നമ്മുടെ അനാഥാലയത്തിന് ഫണ്ട് തരുന്നവരുണ്ടല്ലോ, അവരെ തന്നെ ആശ്രയിക്കാം. അതേ വഴിയുള്ളൂ. പുതിയ തലമുറ അനാഥാലയങ്ങളോടൊരു അകൽച്ച കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെയൊന്നും അല്ല സ്വാമി. പുതിയ തലമുറയ്ക്ക് ചാരിറ്റി ചെയ്യാൻ താല്പര്യം വളരെ കൂടുതലാണ്. പക്ഷേ അവരുടെ വരുമാനവും കുടുംബത്തിലെ ചെലവും കഴിഞ്ഞിട്ട് വേണ്ടേ ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കാൻ.
അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അനാഥാലയത്തിലേക്ക് ഡൊണേഷൻ ആവശ്യപ്പെട്ട നിരസിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളും സ്വാമിജിക്കുണ്ടല്ലോ. സ്വാമി ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കൂ. ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണല്ലോ പറയുന്നത്. സ്വാമി ധൈര്യമായിട്ട് വിളിക്കണം. നിങ്ങൾ പറയുന്നതൊക്കെ സത്യം തന്നെയാ. പക്ഷെ എത്ര തവണയെന്ന് വെച്ചാ അവരുടെയൊക്കെ മുന്നിൽ കൈ നീട്ടുന്നത്? ബിസിനസ്സുകാരല്ലേ സ്വാമി, അവരുടെ കയ്യിൽ ഒരുപാട് പണം കാണും. ഒന്നും നമുക്ക് വേണ്ടിയല്ലല്ലോ, അതെ. എല്ലാം കുഞ്ഞുങ്ങൾക്ക് അതെ, വേണ്ടിയല്ലേ. സ്വാമി. സ്വാമിജി വിളിക്ക്, അതിലൊരു നാണക്കേടും വിചാരിക്കണ്ട. അപ്പോ വിളിക്കാല്ലേ, വേറെ വഴിയില്ലല്ലോ. ഇനി അമ്മ കിടന്നോ? മോള് വല്ലതും കഴിച്ചോ? അമ്മയൊന്നും കഴിച്ചില്ലല്ലോ. നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താലോ? അമ്മയ്ക്കിപ്പോ ഒന്നും വേണ്ട മോളെ. മോൾ ഓർഡർ ചെയ്ത് കഴിച്ചോ? കുറച്ച് കഴിയട്ടെ. അമ്മേ, ഞാൻ ഈ ഗ്ലാസ് കൊണ്ടുപോയി കഴുകിച്ചിട്ട് വരാം. ആരാ മോളെ? ഞാൻ എടുത്തോളാം, അമ്മ ഉറങ്ങിക്കോ. ഹലോ, ആരാ? ഓം നമ ശിവായ. ഇത് ആശ്രമത്തിൽ നിന്ന് സ്വാമിജിയാ. എനിക്ക് അവന്തിക്ക മാഡത്തിനോടൊന്ന് സംസാരിക്കണമായിരുന്നു. അമ്മയ്ക്ക് സംസാരിക്കാൻ തീരെ പറ്റില്ല. ചിക്കൻ പോക്സ് പിടിച്ച് കിടക്കുക. അതറിഞ്ഞില്ലല്ലോ മോളെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആശുപത്രി കൊണ്ടുപോയോ? ഇല്ല സ്വാമിജി. ഇതിപ്പോ ആരാ സംസാരിക്കുന്നേ? മോളാണോ? അതെ സ്വാമിജി, ചിപ്പിമോളെ സംസാരിക്കുന്നേ. അമ്മ എന്താ ഇതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോഞ്ഞേ? ഇവിടെ ആരുമില്ല സ്വാമിജി. ജെനി ആന്റിയും ഡ്രൈവർ അങ്കിളും ഒക്കെ പേടിച്ചു പോയി. അത് ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? അറിയില്ല സ്വാമിജി. സ്വാമിജിക്കൊന്ന് വരാൻ പറ്റുമോ? അയ്യോ, സ്വാമിജി കുറെ ദൂരെയല്ലേ. മോളുടെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ച് അവരുടെ പേരൻസിനോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞൂടെ? മോൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഉണ്ട് സ്വാമിജി. എന്നാ പിന്നെ അവരെ വിളിക്കും. അവരൊന്ന് വേണ്ടത് ചെയ്തോളും. സ്വാമിജി പിന്നെ വിളിക്കാം. ശരി സ്വാമിജി. ആരാ ഇപ്പൊ വിളിക്കുന്നത്?